നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS പദസഞ്ചലനത്തിന്റെ മറവിൽ സായുധ പരിശീലനം നടത്താൻ വഴിയൊരുക്കിക്കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അപഹാസ്യമെന്ന് MV ജയരാജൻ. ഇടതുപക്ഷം ഭരിക്കുന്നതിനാലാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തതെന്നും MV. രാജ്യത്തിന്റെ ജൈവ സമ്പത്ത് സംരക്ഷിക്കാൻ ജൈവ വൈവിധ്യ ക്ലബ്ബുമായി ശ്രീനാരായണ കോളേജ്. ആവാസ വ്യവസ്ഥകളുടെ ജൈവ വൈവിധ്യവും സ്പീഷീസുകളുടെ ജൈവ വൈവിധ്യവും സംരക്ഷണവും ക്ലബിന്റെ പ്രവർത്തന ലക്ഷ്യം. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം, പൊതുജലാശയത്തിലേക്ക് മലിനജലം ഒഴുക്കിവിടലും. 25,000 പിഴ വിധിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പിഴ ഒടുക്കേണ്ടത് ഇരിട്ടിയിലെ സ്കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചെറുകുന്ന് താവത്തെ യു-ബാങ്ക് ഫർണിച്ചർ ഷോപ്പും. വാർത്തകൾ വിശദമായി. RSS പദസഞ്ചലനത്തിന് പഞ്ചായത്ത് ഗ്രൗണ്ട് വിട്ടുകൊടുത്ത മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ലീഗ് നേതാവിന്റെ ന്യായീകരണം പരിഹാസ്യമാണെന്ന് MV ജയരാജൻ. RSSന് പദസഞ്ചലനം എന്നാൽ ആയുധ പ്രകടനമാണെന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിജയദശമി നാളിൽ തോക്കും വാളും മറ്റ് ആയുധങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റൂട്ട് മാർച്ചുകളാണ് RSS നടത്തിവരാറുള്ളതെന്നും MV ജയരാജൻ പറഞ്ഞു. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പലയിടങ്ങളിലും സംഘപരിവാർ വേട്ടയാടാറുള്ളതെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മതനിരപേക്ഷത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന പ്രബുദ്ധമായ നാടാണ് കേരളം. ഏതു മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും അവരവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ജീവിക്കാൻ കേരളത്തിൽ കഴിയുന്നു. ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തതെന്നും MV ജയരാജൻ പറഞ്ഞു. എന്നാൽ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മാടായിൽ RSSന് റൂട്ട് മാർച്ച് നടത്താൻ UDF അനുമതി നൽകിയത്. തോക്കും വാളും എടുത്തുമുള്ള പ്രകടനം കേരളത്തിൽ സാധ്യമല്ലെന്നതുകൊണ്ട് കുറുവടി കയ്യിലെടുത്തായിരുന്നു മാടായിൽ റൂട്ട് മാർച്ച് നടത്തിയതെന്നും MV ജയരാജൻ പറഞ്ഞു. RSSന്റെ പദസഞ്ചലനത്തിന്റെ മറവിൽ സായുധ അഭ്യാസ പ്രകടനം നടത്താൻ മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് അനുവദിച്ചതിനെ കുറിച്ച് വിമർശനം ഉയർന്നു വന്നപ്പോൾ ന്യായീകരണവുമായി പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവും രംഗത്തിറങ്ങിയത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. RSS എന്ന് പറയുന്നത് ന്യൂനപക്ഷം കേട്ടത് പേര് കേട്ട ഒരു സംഘടനയാണ്. അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ആഭ്യന്തര ശത്രുക്കളാണെന്നതിനാൽ ഒന്നൊടുക്കുമെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നതാണ് അവരുടെ വിശ്വാസ പ്രമാണം. ആ RSS ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പദസഞ്ചലനം നടത്തുന്നതും സായുധ അഭ്യാസ പ്രകടനമായിട്ടാണ്. അതിന് സ്ഥലം അനുവദിക്കുക വഴി ന്യൂനപക്ഷ വേട്ടക്കാരെ സഹായിക്കുകയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ചെയ്തത്. സെക്രട്ടറിയാണ് അനുമതി കൊടുത്തതെങ്കിലും പ്രസിഡന്റിന്റെ നിർദ്ദേശവുമുണ്ട്. വടകര ബേപ്പൂർ മോഡൽ കോലി കൂട്ടുകെട്ട് RSS BJP അന്തർധാരയുടെ ഭാഗമായായിരുന്നു. സമീപകാലത്ത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലും കൊല്ലം ജില്ലയിലെ ഉമ്മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF BJP കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിരവധി തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിൽ ഈ കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പുതുപ്പള്ളിയിൽ BJPയുടെ വോട്ട് പാതിയായി കുറഞ്ഞത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ അന്തർധാര മൂലമാണെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വർഷത്തെ കണ്ണൂർ കോർപ്പറേഷൻ കേരളോത്സവം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 31 വരെയാണ് മത്സരങ്ങൾ. രചനാ സാഹിത്യ മത്സരങ്ങൾ കൗൺസിൽ ഹാളിൽ നടന്നു. പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ അവിടെ യൗവനം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, അവർ ഏതൊക്കെ മേഖലയോട് താല്പര്യം കാണിക്കണം എന്നൊക്കെയുള്ള ചർച്ച നടക്കുമ്പോൾ അവർ കലാമേഖലയിൽ, കായിക മേഖലയിൽ, സമൂഹത്തിന് ഗുണകരമാകുന്ന മറ്റ് സാമൂഹിക പ്രവർത്തന മേഖലയിൽ അവരെയൊക്കെയാണ് അവരുടെ പ്രതിഭ തെളിയിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അതിന് അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലാണ് കേരളോത്സവം വിഭാവനം ചെയ്തത്. 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് പങ്കെടുക്കുവാനും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വരെ അവിടുന്ന് അങ്ങോട്ട് പ്രതിഭ തെളിയിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുവാൻ പാകത്തിലാണ് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് P ഇന്ദിര, ഷാഹിന മൊയ്തീൻ, CR തങ്ങൾ, സുരേഷ് ബാബു എളയാവൂർ, കൗൺസിലർമാരായ മുസ്ലിഹ് മഠത്തിൽ, T രവീന്ദ്രൻ, PK സജേഷ് കുമാർ, ശ്രീജ ആരംഭൻ, പ്രകാശൻ പയ്യനാടൻ, KM സാബിര ടീച്ചർ, C സുനിഷ, പനിയൻ ഉഷ, ശകുന്തള M, ആസിമ CH, റവന്യൂ ഓഫീസർ NK ജോബിൻ, VP അഫ്സില, യൂത്ത് കോർഡിനേറ്റർ വരുൺ KM തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോൾ മത്സരങ്ങളും ചെസ് മത്സരങ്ങളുമാണ് ഇന്ന് നടക്കുന്നത്. ഷട്ടിൽ മത്സരങ്ങൾ താവക്കര ഇൻഡോർ കോർട്ടിലും അത്ലറ്റിക് ക്രിക്കറ്റ് മത്സരങ്ങൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും നടക്കും. സ്റ്റേജ് മത്സരങ്ങൾ 29 ഞായറാഴ്ച താവക്കര UP സ്കൂളിൽ വച്ചും നടക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. MN വിജയൻ സ്മാരക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 29 ഞായറാഴ്ച NM വിജയൻ ഓർമ്മ എന്ന പേരിൽ സമുചിതമായ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന അനുസ്മരണ പരിപാടി പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ടെലഗ്രാഫ് എഡിറ്റർ അറ്റ്ലാന്റിസുമായ R രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വളരെ പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിടവാങ്ങിയ MN വിജയൻ്റെ പേരിലുള്ള പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം അവസാനം 29 ഞായറാഴ്ച നടക്കുന്ന പരിപാടി MN വിജയൻ ഓർമ്മ എന്ന പേരിൽ ഉള്ള പരിപാടി കേരളത്തിൽ തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇന്നലെ കോഴിക്കോട്ടും ഇതേ പേരിൽ ഉള്ള സെമിനാറും അതുപോലുള്ള പരിപാടികളും നടന്നു. കൊടുങ്ങല്ലൂരും നടന്നു. കണ്ണൂരിൽ 29 ഞായറാഴ്ച രാവിലെ 10:30 ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ടെലഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജായ പ്രശസ്ത പത്രപ്രവർത്തകൻ R രാജഗോപാൽ അമിതാധികാര വ്യവസ്ഥയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അമിതാധികാര വ്യവസ്ഥയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ R രാജഗോപാൽ പ്രഭാഷണം നടത്തും. പഠന കേന്ദ്രം പ്രസിഡന്റ് KP നരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ N സുഗതൻ അനുസ്മരണ പ്രഭാഷണവും എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സ്മാരക പ്രഭാഷണവും നടത്തും. ചലച്ചിത്ര സംവിധായകൻ ജോഷി ജോസഫ്, കഥാകൃത്ത് VS അനിൽകുമാർ, മറുവാക്ക് എഡിറ്റർ P അംബിക എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ MN വിജയന്റെ പ്രകൃതി പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി ജോഷി ജോസഫ് സംവിധാനം ചെയ്ത ജലോപരി നടത്തം എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ VS അനിൽകുമാർ, മുരളീധരൻ കരിവള്ളൂർ, KC ഉമേഷ് ബാബു, MP ബലറാം മാസ്റ്റർ, VP മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷന്റെ ആസാദി കി അമൃത് വർഷ 2022-23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ഒരു വ്യക്തി മാത്രമല്ല എന്ന് ലോകം അംഗീകരിച്ച ഒരു മഹാവ്യക്തിത്വമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും അത് കേവലം വാക്കുകളല്ല, ഒരുപാട് അർത്ഥമുള്ള വലിയൊരു നിഘണ്ടുവാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോഴും വർത്തമാന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി കാലഹരണപ്പെട്ട വസ്തുവായിട്ടൊക്കെ കാണിക്കുന്നത്. ജവഹർലാൽ നെഹ്റു അതിൻ്റെ ഓർമ്മകൾ വേണ്ട. ഇന്നിപ്പോഴും പത്രം വായിക്കുന്നതൊക്കെ അറിയാം. രവീന്ദ്രനാഥ ടാഗോറിനെ അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികൾ വളർത്തുന്നത്, കാരണം ആ യൂണിവേഴ്സിറ്റി യുനെസ്കോ അംഗീകരിച്ച് ലോകത്തിന്റെ പൈതൃക പട്ടികയിലേക്ക് ഏറ്റവും പ്രമുഖമായ സ്ഥാനം നൽകി ആദരിക്കുമ്പോൾ അവിടെ രവീന്ദ്രനാഥ ടാഗോറിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ പേര് എഴുതി വെക്കുന്ന ഏറ്റവും സങ്കുചിതമായ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ മറക്കാനോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നും മറച്ചു വെക്കാനോ ഉള്ളതല്ല മഹാത്മാഗാന്ധി എന്ന നിലയിൽ പുതിയ തലമുറയിലെ ആളുകൾക്ക് വലിയ സന്ദേശം, അവർക്ക് ആത്മധൈര്യം കിട്ടുന്ന വിധത്തിൽ എന്താണെന്ന് പഠിച്ചാൽ നമുക്കറിയാം, തീർച്ചയായിട്ടും ആത്മധൈര്യം കിട്ടും. മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് എന്നും കാണാനും എന്നും ഓർക്കാനും ഓർമ്മയുടെ അറ്റത്തേക്ക് കൊണ്ടുവരാനും പര്യാപ്തമാകുന്ന നിലയിലേക്ക് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്.
കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ചെലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രതിമ നിർമ്മിച്ചതെന്നും 22 സ്കൂളുകളിൽ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞതായും തുടർന്നുള്ള വർഷങ്ങളിലും ഇതേ മാതൃക കോർപ്പറേഷൻ പിന്തുടരുമെന്നും മേയർ ടി ഒ മോഹനൻ പറഞ്ഞു. നികുതി അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൌൺസിലർമാരായ കെ പ്രദീപൻ, മിനി അനിൽകുമാർ, ബിന്ദു ടീച്ചർ, സുരാജ് നടുങ്കണ്ടി, ശില്പി മനോജ് ചൊവ്വ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS പദസഞ്ചലനത്തിന്റെ മറവിൽ സായുധ പരിശീലനം നടത്താൻ വഴിയൊരുക്കിക്കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അപഹാസ്യമെന്ന് MV ജയരാജൻ. ഇടതുപക്ഷം ഭരിക്കുന്നതിനാലാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തതെന്നും MV. രാജ്യത്തിന്റെ ജൈവ സമ്പത്ത് സംരക്ഷിക്കാൻ ജൈവ വൈവിധ്യ ക്ലബ്ബുമായി ശ്രീനാരായണ കോളേജ്. ആവാസ വ്യവസ്ഥകളുടെ ജൈവ വൈവിധ്യവും സ്പീഷീസുകളുടെ ജൈവ വൈവിധ്യവും സംരക്ഷണവും ക്ലബിന്റെ പ്രവർത്തന ലക്ഷ്യം. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം, പൊതുജലാശയത്തിലേക്ക് മലിനജലം ഒഴുക്കിവിടലും 25,000 പിഴ വിധിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പിഴ ഒടുക്കേണ്ടത് ഇരിട്ടിയിലെ സ്കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചെറുകുന്ന് താവത്തെ യു ബാങ്ക് ഫർണിച്ചർ ഷോപ്പും. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ ജൈവ വൈവിധ്യ ക്ലബ്ബ് രൂപീകരിച്ചു. ബോർഡ് മെമ്പർ KV ഗോവിന്ദൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി സമ്മേളനം. ആ സമ്മേളനത്തിലാണ് 2 പ്രധാനമന്ത്രിമാരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ആ ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ശേഷമാണ് പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ള ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച നടത്തിയും അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളും മറ്റും തരുന്നു. ആ പരിസ്ഥിതി സമ്മേളനത്തെ തുടർച്ചയായിട്ടാണ് 1982-83 നോർവേജിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബ്രട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു വനിതാ പ്രധാനമന്ത്രി, അവരാണ്
അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്രൊസീഡിയർസ് ഇറക്കിക്കൊണ്ട് ലോകത്ത് എന്തായിരിക്കണം വികസനം എന്നും എന്തായിരിക്കണം എൻവയോൺമെന്റ് എന്നും എന്തായിരിക്കണം സുസ്ഥിര വികസനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലോകത്തിന് മുമ്പാകെ പറയുന്നത് ബ്രഡ്ലാൻഡ് റിപ്പോർട്ടാണ്. അതാണ് സുസ്ഥിര വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്താദ്യമായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്, ലോക കമ്മീഷൻ എന്ന് പറയുന്നത് ഈ വനിതയുടെ നേതൃത്വത്തിൽ ഉണ്ടായ 1983 ഉണ്ടായിട്ടുള്ള ബ്രഡ്ലാൻഡ് റിപ്പോർട്ടാണ്. രാജ്യത്തിന്റെ വിലപ്പെട്ട ജൈവ സമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ 2002 ജൈവ വൈവിധ്യ നിയമത്തിന് രൂപം നൽകി. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരണമായി 2005 ഫെബ്രുവരിയിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നു. സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ കീഴിലാണ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ സമ്പത്തിന്റെ സുസ്ഥിരമായ ഉപയോഗവും സംസ്ഥാനത്ത് ഉറപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. ജനിതക വൈവിധ്യം, സ്പീഷീസുകളിലെ വൈവിധ്യം, ആവാസ വ്യവസ്ഥകളുടെ ജൈവ വൈവിധ്യം എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ ജൈവ വൈവിധ്യ ക്ലബ്ബ് മുന്നോട്ടു പോകുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ CP സതീഷ്, IOACA കോർഡിനേറ്റർ ഡോക്ടർ KP പ്രശാന്ത്, സസ്യശാസ്ത്ര വകുപ്പ് അധ്യക്ഷ ഡോക്ടർ P അപർണ, ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ MV ജീഷ്ണ, ജൈവ വൈവിധ്യ ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ഷഹീദ, ഗവേഷണ വിദ്യാർത്ഥിനി സർഗ എന്നിവർ സംസാരിച്ചു. ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ പ്രകാശൻ ആലക്കലിന്റെ നേതൃത്വത്തിൽ പോത്തുംകുണ്ട്, താറ്റിയോട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ തോട്ടുചാലിൽ വെച്ച് 85 ലിറ്റർ വാഷ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തി. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ രാജേഷ് TR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു KV, രാജീവ് PK, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മല്ലിക PK എന്നിവരും ഉണ്ടായിരുന്നു. എടക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം തോട്ടട ബസാറിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന പേര് BJPക്ക് കണ്ണിലെ കരട് പോലെയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനകീയ പ്രസ്ഥാനത്തെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് BJP ഇല്ലാതാക്കുന്നതെന്ന് MV ജയരാജൻ പറഞ്ഞു. നമ്മുടെ രാജ്യം 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളാകെ ഒന്നിച്ച് യോജിച്ച് നിലപാട് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യ. ഒരു ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നത് പോലെ ഏരിയ കമ്മിറ്റി മെമ്പർ P പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി K പ്രദീപൻ, ഏരിയ സെക്രട്ടറി MK മുരളി, K ഗിരീശൻ, OP രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പൊതുജലാശയങ്ങളിലേക്ക് മലിനജലം ഒഴുക്കിയ സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ഈടാക്കി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുകുന്ന് താവത്ത് പ്രവർത്തിക്കുന്ന യു-ബാങ്ക് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിനാണ് പിഴ ചുമത്തിയത്. സ്ഥാപനത്തിലെ വാഷ് ബേസിൻ, ശുചിമുറി എന്നിവിടങ്ങളിലെ മലിനജലം നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. കൂടാതെ അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്തതിന് ചെറുകുന്ന് താവത്ത് പ്രവർത്തിക്കുന്ന ചെറുകുന്ന് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, സുസുക്കി സർവീസ് സെന്റർ, കൂറുമ്പ, ഊട്ടുപുര തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയും പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടീം ലീഡർ സുമേഷ് MV, എൻഫോഴ്സ്മെന്റ് ഓഫീസർ സിറാജുദ്ദീൻ K, നിതിൻ വത്സലൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമല്ല. ആശുപത്രിക്ക് 25,000 രൂപ പിഴ. മതിയായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സജ്ജീകരിക്കാതെ ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് ഇരിട്ടിയിലെ സ്കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനാണ് പിഴ ചുമത്തിയത്. ഇരിട്ടി നഗരസഭയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തുടർ നടപടികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആശുപത്രി ക്യാന്റീനിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് നിരോധിത പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗുകളിലായി തരംതിരിക്കാതെ ഇൻസിനറേറ്ററിന് സമീപം കത്തിക്കുന്നതിനായി സൂക്ഷിച്ചുവെച്ചതായി സ്ക്വാഡ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. ആശുപത്രിയുടെ മട്ടുപ്പാവിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. പരിശോധനയ്ക്ക് ടീം ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ടീം അംഗം ഷെരീഖുൽ അൻസാർ, ഇരിട്ടി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ VA ജിൻസ് എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 3 മുതൽ 14 വരെ ചിറക്കൽ സോമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം നിർവാഹക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ നിർവഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ രവീന്ദ്രനാഥ് ചേലേരി അധ്യക്ഷത വഹിച്ചു. KN രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി.
സുരേഷ് കുമാർ, അച്യുതൻ നമ്പ്യാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ കൺവീനർ KV മുരളി മോഹനൻ സ്വാഗതവും ചിറക്കൽ കോവിലകം CK സുരേഷ് വർമ്മ നന്ദിയും പറഞ്ഞു. കാട്ടാമ്പള്ളി റോഡിൽ പുഴാതി AV സെന്ററിലാണ് നിർവഹണ സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5680 രൂപ, പവന് 45,440 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS പദസഞ്ചലനത്തിന്റെ മറവിൽ സായുധ പരിശീലനം നടത്താൻ വഴിയൊരുക്കി കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അപഹാസ്യമെന്ന് MV ജയരാജൻ. ഇടതുപക്ഷം ഭരിക്കുന്നതിനാലാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തതെന്നും MV. രാജ്യത്തിന്റെ ജൈവ സമ്പത്ത് സംരക്ഷിക്കാൻ ജൈവ വൈവിധ്യ ക്ലബ്ബുമായി ശ്രീനാരായണ കോളേജ്. ആവാസ വ്യവസ്ഥകളുടെ ജൈവ വൈവിധ്യവും സ്പീഷീസുകളുടെ ജൈവ വൈവിധ്യവും സംരക്ഷണവും ക്ലബിന്റെ പ്രവർത്തന ലക്ഷ്യം. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം, പൊതുജലാശയത്തിലേക്ക് മലിനജലം ഒഴുക്കിവിടലും, 25,000 പിഴ വിധിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പിഴ ഒടുക്കേണ്ടത് ഇരിട്ടിയിലെ സ്കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചെറുകുന്ന് താവത്തെ യു ബാങ്ക് ഫർണിച്ചർ ഷോപ്പും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.